ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്കൊരു ഉപ്പുമാവിൻ്റെ റെസിപ്പി നോക്കിയാലോ. സാൾട്ട് മാംഗോ ട്രീ എന്നും പറയാം കേട്ടോ ഇതിന്. ഈ റെസിപ്പിക്ക് ആവശ്യമായിട്ട് വേണ്ടത് 2 ചെറിയ സവാള കുനുകുന അരിഞ്ഞത്, 3-4 പച്ചമുളക്, ഒരു ചെറിയ തക്കാളി, ഒരു ചെറിയ പീസ് ഇഞ്ചി, 1 കപ്പ് റവ, 1/2 കപ്പ് തേങ്ങ. ഇത്രയും സാധനങ്ങളാണ് ഞാൻ ഉപ്പുമാവ് ഉണ്ടാക്കാൻ സാധാരണ ഉപയോഗിക്കാറ്. ഇനി ഇതിനകത്തോട്ട് നമുക്ക് ക്യാരറ്റോ ബീൻസോ എന്ത് വേണമെങ്കിലും ആഡ് ചെയ്യാൻ കേട്ടോ. പക്ഷെ സിമ്പിളായിട്ട് ഇങ്ങനെ ഉണ്ടാക്കാൻ കേട്ടോ. തക്കാളി എൻ്റെ ഒരു സീക്രട്ടായിട്ട് ഞാൻ ഉപയോഗിക്കുന്നതാണ്. നമുക്ക് ഇനി ഉപ്പുമാവ് ഉണ്ടാക്കാൻ തുടങ്ങാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചതിന് ശേഷം കറിവേപ്പിലയിട്ട് അതൊന്ന് പൊട്ടിയതിന് ശേഷം നമ്മൾ ചതച്ച് വെച്ച ഇഞ്ചി പച്ചമുളകും ഒന്നിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാമെന്ന് വെച്ചാൽ നല്ല വഴണ്ട് ചുവന്ന് കളറാവേണ്ട ഒന്നും ആവശ്യമില്ല കേട്ടോ. ഒന്ന് പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ച സവാള അതിലോട്ട് ചേർത്ത് കൊടുക്കാം. സവാള കുനുകുന അരിഞ്ഞതുകൊണ്ട് തന്നെ പെട്ടെന്ന് ട്രാൻസ്പെറൻ്റായി വരുന്നതാണ്. സവാളയും നമുക്ക് ഇങ്ങനെ വഴണ്ട് ചുവന്ന കളറിൽ അങ്ങനെ ഒന്നും ആവേണ്ട ഒരു കാര്യമില്ല കേട്ടോ. സവാള ചെറുതായിട്ടൊന്ന് ട്രാൻസ്പെറൻ്റായി വരുമ്പോഴത്തേക്ക് തന്നെ നമുക്ക് ഇതിലോട്ട് വെള്ളം ഒഴിക്കാവുന്നതാണ്. അപ്പോൾ സവാള നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഈ ടൈമിൽ നമുക്ക് വേണമെങ്കിൽ ഉപ്പ് ആഡ് ചെയ്യാവുന്നതാണ്. കാരണം ഉപ്പ് ആഡ് ചെയ്യുമ്പോഴത്തേക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഉള്ളി പെട്ടെന്ന് സോഫ്റ്റായിട്ട് കിട്ടും. ഉള്ളി സോഫ്റ്റായിട്ട് കിട്ടി കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അതിലോട്ട് നമ്മൾ അരിഞ്ഞ് വെച്ച തക്കാളി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുക. എന്നിട്ട് ട്രാൻസ്പെറൻറ്റ് ഒന്ന് നമുക്ക് തോന്നും, ഉള്ളി ഒന്ന് ചെറുതായിട്ട് സോഫ്റ്റായിട്ടുണ്ടെന്ന് തോന്നുമ്പോഴത്തേക്കും നമുക്ക് അതിനകത്തോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ ചെറിയ വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുത്തേനെ കേട്ടോ. എനിക്ക് എണ്ണ കുറവാണെന്ന് തോന്നിയപ്പോഴത്തേക്ക് അതിൻ്റെ ആവശ്യമില്ല, വെളിച്ചെണ്ണ കണക്ക് തന്നെയായിരുന്നു. ഇത്തിരി വെളിച്ചെണ്ണയിൽ തന്നെ നമുക്കിങ്ങനെ തുരുതുര വേറിട്ട് നിൽക്കുന്ന നല്ലൊരു ഉപ്പുമാവ് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇനി ഇതിനോട്ട് 2 കപ്പ് വെള്ളമാണ് ഒഴിക്കുന്നത്. 1 കപ്പ് റവയ്ക്ക് 2 കപ്പ് വെള്ളം എന്ന കണക്കിൽ ഒഴിക്കുക. വെള്ളം കൂടി പോകരുത്, പിന്നെ ഉപ്പുമാവ് കട്ട പോലെ ആയിപ്പോവും. ചെറുതിൽ എനിക്ക് ഉപ്പുമാവ് ഒട്ടും ഇഷ്ടമില്ലായിരുന്നു. കാരണം എപ്പോഴും ഞാൻ ഉപ്പുമാവ് കഴിച്ചാലും വീട്ടിലുണ്ടാക്കിയാലും ഉപ്പുമാവ് കട്ട പോലെ ഇരിക്കാറ്. അങ്ങനെ എനിക്ക് ഉപ്പുമാവ് ഇഷ്ടമേ ഇല്ലായിരുന്നു. ഇനി ഇതിനകത്തോട്ട് നമുക്ക് ചെറിയ വെച്ച് തേങ്ങ ചേർക്കാം. തേങ്ങ ചേർത്തതിന് ശേഷം നമുക്കിത് അടച്ച് ഇതൊന്ന് തിളയ്ക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. കണ്ടോ, ഇത് നല്ലതായിട്ട് വെട്ടി തിളയ്ക്കുന്നുണ്ട്. ഈ ടൈമിലാണ് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന റവ ചേർക്കുന്നത്. റവ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഞാൻ പറഞ്ഞു തന്നത് എന്താണെന്ന് വെച്ചാൽ, അങ്ങനെ എനിക്ക് ചെറുതിൽ കഴിക്കാൻ ഇഷ്ടമില്ലായിരുന്നു. പക്ഷെ ഇത്തിരി വലുതായി ഞാൻ പാചകം ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഞാൻ തന്നെ കണ്ടുപിടിച്ച ഒരു റെസിപ്പിയാണിത്. എന്ന് വെച്ചാൽ ഇത്തിരി വെള്ളം ഒഴിച്ച് സ്ലോ കുക്കായിട്ട് നല്ല തുരുതുരായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് ഉപ്പുമാവ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് 2-3 പ്രാവശ്യം എനിക്ക് തന്നെ ഫ്ലോപ്പായിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇതിൻ്റെ ഒരു ട്രിക്കൊക്കെ കണ്ടുപിടിച്ച് ഇങ്ങനെ ഇതേപോലത്തെ ഒരു പാനിലേ ഞാൻ ഉണ്ടാക്കുകയുള്ളൂ. കാരണം എനിക്ക് പെർഫെക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതിലൊരു ഹോള് കാണുമല്ലോ, ആ ഹോളിൽ ഞാനൊരു ഗ്രാമ്പ് വെച്ച് അടയ്ക്കാറാണ് പതിവ്. അപ്പോഴേ ഇതിനകത്തുള്ള ആവി ഇതിൽ തന്നെ തങ്ങി നിന്ന് പിന്നെ നമ്മൾ തീ സിമ്മാക്കുക കേട്ടോ. ഗ്യാസിൽ തീ സിമ്മാക്കി വയ്ക്കാം. സിമ്മാക്കി വെച്ച് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് അടപ്പ് തുറന്ന് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. കട്ടകളുണ്ടെങ്കിൽ ഒന്ന് ഉടച്ചുടച്ച് കൊടുക്കുക. നമ്മൾ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ ഉണ്ടാക്കുമ്പോഴത്തേക്ക് നമുക്ക് ഉപ്പുമാവ് ടേസ്റ്റി ആയിട്ട് കട്ട പിടിക്കാതെ കിട്ടാവുന്നതാണ്. ഈ കട്ടയായിട്ട് ഇരിക്കുമ്പോഴത്തേക്ക് ചിലർക്ക് കഴിക്കാൻ ഇഷ്ടമില്ല. എന്നെ പോലുള്ളവർക്ക് എനിക്കിഷ്ടമില്ല ഈ കട്ട ഉപ്പുമാവും. ഇങ്ങനെ ഒരു ബോളിലാക്കിയൊക്കെ ഒരുമാതിരി കട്ട പോലെ ഇരിക്കുന്നത് ഇഷ്ടമില്ല കേട്ടോ. പിന്നെ അപ്പുറത്തൊരു ചെറിയ പാൻ വെച്ച് അതിനകത്തോട്ട് 2-3 വറ്റൽമുളക് ഇട്ട് കുറച്ച് നെയ്യ് ഒഴിച്ച് ഒന്ന് വറ്റൽമുളക് പൊട്ടുന്നത് വരെ മുപ്പിക്കാം. ഇത് എൻ്റെ ഒരു സീക്രട്ടാണ് കേട്ടോ. ഞാൻ ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ ഇതിങ്ങനെ ചെയ്യാറുണ്ട്. എനിക്കിതൊക്കെ ഒരു ടേസ്റ്റ് കൂടുന്നതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഇനി ആ വറ്റൽമുളകും നെയ്യും ഈ ഉപ്പുമാവിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. നിങ്ങൾക്കിപ്പോൾ കണ്ടാൽ മനസ്സിലാകും, നേരത്തത്തിൽ നിന്ന് ഉപ്പുമാവ് കട്ടയൊക്കെ വിട്ട് മാറി നല്ല തുരുതുരാതായിട്ട് വരുന്നുണ്ട്. ഈ തുരുതുരാന്നുള്ളത് ഇനി നമുക്കൊന്നുകൂടെ അടച്ച് വെക്കേണ്ടതുണ്ട്. ഈ നെയ്യിൻ്റെ ടേസ്റ്റൊക്കെ ഇതിലോട്ടൊന്ന് ഇറങ്ങാൻ ഈ സ്ലോ കുക്കായിട്ട് അടച്ച് വെച്ച് ഉണ്ടാക്കുമ്പോഴുള്ള
ബെനിഫിറ്റ്സ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് അത് നല്ല തുരുതുരാന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉപ്പുമാവ് കിട്ടുന്നതാണ് ഈ തേങ്ങയുടെയും സവാളയുടെയും ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയും ഈ നെയ്യിൻ്റെയൊക്കെ ടേസ്റ്റ് നന്നായിട്ട് ഇറങ്ങി നല്ല സ്വാദിഷ്ടമായ ഉപ്പുമാവ് കിട്ടുന്നതാണ്. കണ്ടോ, നമ്മളത് കണ്ടോ നല്ല തുരുതുര ആയിട്ടുണ്ട്. ഇനി ഒന്നും കൂടി അടച്ച് വെച്ച് 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് പാത്രത്തിൽ ഇതിനെ സെർവ് ചെയ്യാവുന്നതാണ്. കണ്ടോ, നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ഇത്ര ടേസ്റ്റി ആയിട്ടുള്ള ഉപ്പുമാവാണെന്ന്. എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഉറപ്പായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവുന്നതാണ്. ഇഷ്ടപ്പെടുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.